അവളുടെ അച്ഛനെ ഞാൻ കണ്ടു. അയാൾ പറയുന്നതിലും കാര്യമില്ലാതില്ലല്ലോ. വിവാഹം കഴിഞ്ഞ അതിനുശേഷം നീ അനാമയ്ക്ക് ഒരു ദാമ്പത്യ ജീവിതം എന്തെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ഏത് നേരവും ബെഡ്റൂമിലെത്തിയ വഴക്ക് പിടിക്കുന്ന ഒരാൾ നല്ലൊരു ദാമ്പത്യ ജീവിതം എങ്ങനെയാണ് ഏട്ടൻ നയിക്കുന്നത്? ഒരു കാലത്തെ ഏട്ടനും ഏട്ടത്തെയും ഇതുപോലെ തന്നെയല്ലായിരുന്നോ? ഞങ്ങളെ കഴിഞ്ഞും വഴക്കല്ലായിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഏട്ടനെ മറന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, വഴിതെറ്റിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനി ആദർശിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ താന്നൊക്കെ പോകുന്നുണ്ടേ. എടാ, നമ്മുടെ വീടിൻ്റെ സ്റ്റാറ്റസ് മുത്തശ്ശൻ മുത്തശ്ശി എല്ലാവരെയും നോക്കണം. നയനെ ഞാൻ അന്ന് കല്യാണം കഴിച്ചത് അവളെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഏട്ടൻ പക്ഷേ ഇപ്പം നയനേട്ടത്തെ വെറുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലൊരു തെറ്റാണ് അവൾ ചെയ്തത് എന്ന് പറയും കേട്ടോ. എന്നാൽ അതിനേക്കഴിഞ്ഞും വലിയ തെറ്റാണ് അനാമിക എന്നോട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനി അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മുടെ ആദർശ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ, ഏട്ടാ അനി എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിൽക്കുന്നൊന്നുമില്ലേ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ നന്ദു ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മുടെ അനി ഇങ്ങനെ നന്ദുവിനെ വിളിക്കുവാണ്. അപ്പം കോള് കണ്ടിട്ട് നമ്മുടെ നന്ദു എടുക്കുന്നില്ല കേട്ടോ. പിന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നന്ദു ഇങ്ങനെ ഇവൻ എന്തിനാ പിന്നെ ഇങ്ങനെ വിളിക്കുന്നതെന്നൊക്കെ അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു. എന്നിട്ട് ഫോൺ എടുക്കുന്നില്ലേ. അപ്പോഴത്തേക്കും നമ്മുടെ റൂമിലോട്ട് നമ്മുടെ നയന കയറി വരികയാണ് കേട്ടോ. വിളിക്ക് അല്ല ഇനിയും വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കിൽ ട്രെയിനിങ് ക്യാമ്പിൻ്റെ ഉള്ളിലേക്ക് കയറിച്ചല്ലേ എന്നൊക്കെ പറയുവാണ്. ഞാൻ ആരെ വേണമെങ്കിലും വിളിക്കും, അതിന് നിനക്ക് എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനാമിക വീണ്ടും ഓരോന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എനിക്ക് ദേഷ്യം വന്നിട്ട് എണീച്ച് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഈ വീട്ടിലുള്ളവരെ വിഷമപ്പെട്ടെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും ഞാൻ ഈ വീട്ടിൽ കഴിയുന്നത്. നീ വലിയ ഇത് കളിക്കുവാണെങ്കിൽ ഈ വീട്ടിൽ വേറെയും ഒരുപാട് മുറികളുണ്ട്, ഞാൻ അവിടെ പോയി കിടക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യുക. അപ്പോൾ കോളും ചെയ്യാം, വീഡിയോ കോളും ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ അനി പറയുന്നുണ്ട്, നിനക്ക് എന്നെ കഴിഞ്ഞും ബന്ധം മറ്റാണുങ്ങളുമായിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നന്ദു. നീ എങ്ങനെ പോയാലും അതിനെ ഞാൻ ചോദ്യം ചെയ്യത്തില്ല. ആ മനുഷ്യൻ നീയും കാണിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ അനാമിക പറയുവാണേ, നീ മറ്റാരുടെ കൂടെ പോയെന്നാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നന്ദു എന്ന് പറയുന്നവളെ എനിക്ക് വെറുപ്പാണ്. നീ അവളുടെ കൂടെ കൂടാൻ പാടില്ല. അപ്പോൾ നമ്മുടെ അനി പറയുന്നുണ്ട്, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ട്രെയിനിങ് കഴിഞ്ഞ് നൊന്ത് വരുന്നതേ ഒരു ആയിട്ടാണ്. ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. നീ അവളെ കടിച്ച് കീറാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവൾ നിന്നെ വലിച്ച് കീറുമെന്നൊക്കെ പറയുകയാണേ. അപ്പോൾ നമ്മുടെ അനാമയ പറയുകയാണ്, അതെ, ഈ എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നും അല്ല എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ അനു പറയുന്നുണ്ട്, അവൾ മാത്രമല്ല നല്ലൊരു ഫൈറ്ററും കൂടിയാണ്. ഒരു പ്രാവശ്യം നിന്നെ കൂടി രക്ഷിച്ചതല്ലേ. അങ്ങനെയുള്ള നന്ദുവിനെയാണ് എനിക്കിഷ്ടം. അവരെയൊക്കെ കൂടെ നിർത്തുന്നതും കൂടെ ഒരുപാട് സന്തോഷമുണ്ട് എന്നിങ്ങനെ പറയുമ്പം നമ്മുടെ അനാമിക പറയുകയാണെ, അവൾ വെറും ഒരു ആയിട്ട് വരുന്ന ആണെന്നല്ലേ നീ പറഞ്ഞത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നീ നോക്കിയോ, നിന്നെയൊക്കെ അവൾ മറക്കും. അത് തന്നെയല്ല, നിന്നെ പോലെ കഥയില്ലാത്ത ഒരുത്തരം മൈൻഡ് പോലും ചെയ്യില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനാമിക. ഇപ്പം നോക്ക്, ഇപ്പം വിളിച്ചിട്ടെടുത്തോ അവൾ. ഇല്ലല്ലോ. ഇനി കാണാനും കൂടി ചെല്ലുക, അപ്പം നിന്നെ അവൾ ചവിട്ടി കൂട്ടും എന്നൊക്കെ ഇങ്ങനെ അനാമിക പറഞ്ഞ് നമ്മുടെ അനിയനെ സങ്കടപ്പെടുത്തുവാണേ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയന ആദർശിൻ്റെ ഷർട്ടൊക്കെ ഇട്ട് ബെഡിൽ വിട്ടിട്ട് ബെഡിലിരുന്ന് ഇങ്ങനെ തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ആദർശം അങ്ങോട്ടേക്ക് കയറി വരുന്നത്. നീ വന്നായിരുന്നോ എന്ന് ചോദിക്കുവേ. പിന്നെ ഞാൻ ഇങ്ങോട്ടല്ലാതെ എങ്ങോട്ടേക്കാണ് വരണ്ടേ. ഇത് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വീടാന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അമ്മ നിന്നെ ഓരോന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ നവ്യയുടെ 7ാം മാസത്തെ ചടങ്ങിന് നീ വീട്ടിൽ പോയിട്ട് ഇങ്ങോട്ടേക്ക് വരാതിരുന്നത്. ഞാനിപ്പം വളരെ മോശമായിട്ടാണ് നിന്നോട് അമ്മ കഴിഞ്ഞ് മോശമായിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നിനക്ക് എന്താ പോകാൻ തോന്നുന്നില്ലേന്ന് ചോദിക്കുവാണേ. എന്നെ മനഃപൂർവ്വം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെ നയനെ ചോദിക്കുമ്പോൾ നമ്മുടെ ആദർശ് പറയുകയാണേ, അതെ, അതിന് കാരണം എന്താണെന്ന് എനിക്കറിയണമെന്ന് ഇങ്ങനെ നയനെ പറയുമ്പോൾ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, കാരണം ബോധിപ്പിക്കലൊന്നുമല്ല എൻ്റെ പണി. എനിക്ക് എന്തെങ്കിലും മാറ്റമാണെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണം ഉണ്ടാവും ഇങ്ങനെ ആദർശ് പറയുകയാണ്. അപ്പം നമ്മുടെ നയനെ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ, എന്നെ എൻ്റെ ഭർത്താവ് വെറുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞിരിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ആവശ്യം നിനക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. നിന്നെ ഞാൻ സ്നേഹിച്ച ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ നിൻ്റെ പ്രസൻസ് ഇപ്പോൾ എനിക്ക് ആവശ്യമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഓഫീസിലേക്ക് വന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം മാത്രമേ ഞാൻ ചേട്ടനോട് മറച്ചു വെച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുകയാണേ. നീ മറച്ചു വെച്ച കാര്യങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞാലും എനിക്ക് നിന്നോടുള്ള വെറുപ്പ് മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ നിൻ്റെ വീട്ടിലേക്ക് പോകാം. നീ വന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുകയാണേ. അത്രയ്ക്ക് എന്നെ കാഴ്ച കാണാൻ പറ്റാതായോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ആദർശ് പറയുകയാണ്, അതുകൊണ്ടല്ലേ വിഷുവിൻ്റെ അന്ന് വീട്ടിലോട്ട് പോലും ഞാൻ വരാതിരുന്നതെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.
പിന്നീട് നമ്മുടെ ജയനെയും അജയനെയാണ് കാണിക്കുന്നത്. ഏട്ടാ, ഇത് നയനയുടെ കാര്യം വളരെ കഷ്ടമാണ്. ഇപ്പം നമ്മുടെ കമ്പനിയുടെ ജീവനാഡി എന്ന് പറയുന്ന പോലും കൂടെ നയനയാണ്. ആ സമയത്ത് ഇങ്ങനെ നയനനെ വിഷമിക്കുന്നത് ശരിയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ജയൻ പറയുകയാണ്, അത് അവർ ആദർശം നയനയും തമ്മിലുള്ള വഴക്കാണ്. അവരുടെ ഇടയ്ക്കോട്ട് നമ്മൾ കയറുന്നത് ശരിയാണോ? അത് തന്നെയല്ല, ആദർശിൻ്റെ ഭാഗത്ത് ന്യായവും ഉണ്ട്. പിന്നീട് നമ്മുടെ നയന വരികയാണ് കേട്ടോ. അപ്പോൾ അജയനും ജയനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജയൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളുടെ ഒരു മുഖത്ത് ഒത്തിരി സങ്കടമെന്ന് പറയുക. അപ്പോഴത്തേക്കിനും അത് ഞാനിവിടെ മടങ്ങി വന്നതിന് ശേഷം ആദർശേട്ടൻ്റെ നിലപാട് വളരെ ഒരു വ്യത്യസ്ത രീതിയിലാണ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ഞാൻ ആ കാര്യം അറിയുന്നതിന് വേണ്ടിയിട്ട് മുത്തശ്ശിയുടെ അടുത്ത് ചെന്നപ്പോഴും അവരും ഒന്നും പറഞ്ഞില്ല എന്ന് പറയുക. അപ്പം നമ്മുടെ ജയൻ പറയുന്നുണ്ട്, അവരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവരുടെയൊക്കെ ഭാഗത്ത് തന്നെയാണ് ഞങ്ങളും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ജലജ സ്റ്റെയർകേസിൽ നിന്ന് മറന്നെന്ന് കേൾക്കുന്നുണ്ടോ കേട്ടോ. അല്ല, നിങ്ങൾ രണ്ടുപേരും മറ്റുള്ള കുട്ടികളെ പോലെയല്ല, കാര്യങ്ങൾ മനസ്സിലാക്കാനും പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോകാനും കഴിവുള്ളവരാണ്. അങ്ങനെയുള്ളവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആരുടെയും പക്ഷം പിടിക്കാതിരിക്കുന്നത് നല്ലത് എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ പറയുകയാണ്. നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പരിഹരിക്കേണ്ട കാര്യം നിങ്ങൾ തന്നെ പരിഹരിക്കണം, അതിൽ ഞങ്ങളെ വലിച്ചിടേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജലജ ഇതെല്ലാം കേട്ട് നിന്നിട്ട് മേലെ നിന്ന് ചിരിക്കുകയാണ്. നയനയ്ക്ക് അങ്ങ് സങ്കടമാവുകയാണ് കേട്ടോ. ആദർശേട്ടൻ എന്നോട് ഇത്രയും ദേഷ്യം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഇങ്ങനെ നയന പറയുമ്പം ജലജ മറന്നു നിന്ന് കേട്ട് ചിരിക്കുവാണേ. ആദർശേട്ടൻ എന്നെ ഇങ്ങനെ സംസാരിച്ച് നടക്കുന്ന എനിക്ക് ഒരുതരം ശ്വാസം മുട്ടലാച്ചാന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ജയനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇങ്ങനെ അജയൻ ചോദിക്കുവാണ്, മോള് അവനെ വിഷമിക്കത്ത തരത്തിൽ എന്തെങ്കിലും ചെയ്തായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുവാണ്. ഇല്ല, എൻ്റെ അറിവിലൊന്നുമില്ല എന്നിങ്ങനെ പറയുവേ. എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് എന്നിങ്ങനെ ചോദിക്കുവാണേ. ഇനി അഥവാ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ആദർശേട്ടനെ ക്ഷമിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാലല്ലേ എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലാവും എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് നമ്മുടെ ജയൻ ഇങ്ങനെ തല കുലുക്കുന്നുണ്ട്. അവൻ കുറച്ച് സീരിയസ് മോളെ. അവന് സഹിക്കാൻ പറ്റാത്തതായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ അതൊക്കെ സഹിക്കുന്ന ആളാണ് ആദർശ്. ഇവിടെ പക്ഷേ മോളെ വിട്ട് കളഞ്ഞാലും കുഴപ്പമില്ലെന്ന രീതിയിലാണ് ഇപ്പോൾ ആദർശ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുകയെ. അതെ എന്ന് പറഞ്ഞിട്ട് ജയനും സപ്പോർട്ട് നിൽക്കുകയാണ്. ഞാൻ നമ്മുടെ കമ്പനിയിൽ ചെല്ലണമെന്ന് പോലും പറയുന്നില്ല എന്നിങ്ങനെ പറയുകയെ. മോളുടെ സേവനമൊക്കെ വേണ്ടാന്നിങ്ങനെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നയന ഇങ്ങനെ വാ പൊളിക്കുവാണ്. പക്ഷേ അതിനുള്ള കാരണം എന്താണെന്നൊന്ന് പറഞ്ഞുകൂടെ എന്നിങ്ങനെ പറയുവേ. എന്നോട് പറഞ്ഞില്ലെങ്കിലും അച്ഛനോടെങ്കിലും പറയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ മോളെ അവൻ്റെ അമ്മ ഇപ്പോഴും മോളെ സ്നേഹിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ദേവയാനി ഇനി എന്തെങ്കിലും അവൻ്റെ മനസ്സിലോട് കുത്തിവെച്ചോ എന്ന് അറിയാൻ പറ്റത്തില്ലെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയുകയാണ്, ഇല്ല അമ്മ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് പറയുക. അപ്പം നമ്മുടെ ജയൻ ചോദിക്കുകയാണ്, എന്ന് മോൾക്ക് എന്താ ഉറപ്പ്? ആദർശിൻ്റെ മനസ്സിലേക്ക് സ്വാധീനിച്ച ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ അവൻ്റെ അമ്മ എന്ത് പറഞ്ഞാലും ആദർശ് കേൾക്കും എന്നിങ്ങനെ പറയുകയാണ്. ആദർശ് മോളിൽ നിന്ന് അകലുന്നുണ്ടെങ്കിൽ എന്നെ അതിൻ്റെ കാരണം തേടി എവിടെയും പോകണ്ട, ദേവയാനി തന്നെയായിരിക്കും അതിന് കാരണം എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ ഇതെല്ലാം കേട്ടുകൊണ്ട് മേലെ നിൽക്കുകയാണല്ലോ. ഇതാരായാലും ശരി, ഇവളും അവനും തമ്മിൽ ഉടക്കി പിരിഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. പിന്നീട് നമ്മുടെ അജയൻ പറയുന്നുണ്ട്, മോള് പോയി ഏട്ടത്തിയോടൊന്ന് ചോദിച്ച് നോക്കുക എന്നിങ്ങനെ പറയുമ്പം അജയൻ പറയുന്നുണ്ട്, അല്ല മോള് പോയി ചോദിച്ചെന്നാൽ അവൾ പറയുമോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അജയൻ പറയുകയാണ്, ഇനി എങ്ങാനും പറഞ്ഞെങ്കിലോ ദേഷ്യത്തിൽ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ നയന ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അത് ശരിയാണ്, ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് കാര്യം പറയുമെന്നൊക്കെ ഇങ്ങനെ ജയൻ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ നയന അവിടേക്ക് പോകുമ്പോഴത്തേക്കിനും ജയനും അജയനും കൂടി ഇരുന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ജലജ ഇങ്ങനെ ഓടി വരികയാണ്. ജാനകി കേട്ടോ, ഭാര്യയും ഭർത്താവും കൂടെ ചിലപ്പോൾ അടിച്ചു പിടിക്കാനുള്ള സകല സാഹചര്യവും ഒത്തു വന്നിട്ടുണ്ട്. ആദർശം നയനയും തമ്മിൽ ഇനി ഒത്തുപോകുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. പിന്നീട് നമ്മുടെ അനാമിക ഇങ്ങോട്ടേക്ക് വരികയാണ്. മോള് വാ എന്ന് പറഞ്ഞുകൊണ്ട് ജലജ വിളിക്കുവാണ്. നമ്മളെല്ലാവരും ആഗ്രഹിച്ച വാർത്തയെ ഇപ്പോൾ കേൾക്കാൻ പോണത്, മിക്കവാറും ആദർശ നയനയും പിരിയും മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ അനാമികയ്ക്ക് അങ്ങ് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നില്ല അവർ തമ്മിൽ അങ്ങനെ പിരിയുമെന്ന്. അവർക്ക് തമ്മിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അവരതൊക്കെ സോൾവ് ചെയ്യുമെന്നിങ്ങനെ പറയുമ്പോൾ ജലജ പറയുകയാണ്, അതങ്ങനെയല്ല മോളെ. അത് തന്നെയല്ല, അങ്ങനെ സോൾവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ അനുകൂലിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഇപ്പം ചേട്ടൻ പറയുന്നത് ഞാൻ കേട്ടതാണ്, അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർ തന്നെ പരിഹരിക്കട്ടെ എന്ന് പറയുന്നു. അത് അങ്ങനെ പരിഹരിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവർക്കിടയിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട് മോളെ. വിഷുവിന് ആദർശ് അവളെ കാണാൻ പോയിട്ടില്ല. അതുപോലെ തന്നെ അവളുടെ അനിയത്തി പോയപ്പോഴും ആദർശ് പോയിട്ടില്ല.
അതേ മോളെ, അല്ലെങ്കിൽ വിഷുവിൻ്റെ അന്ന് അന്നവിടെ താമസിച്ച് മോളുടെ ശത്രുവിനെ യാത്ര അയച്ചിട്ട് അവൻ വരത്തുള്ളായിരുന്നു എന്നിങ്ങനെയൊക്കെ നമ്മുടെ ജലജ പറയുവാണേ. ഇവിടെ അങ്ങനെ സംഭവിക്കാത്തതുകൊണ്ട് അവർ തമ്മിൽ പൊരിഞ്ഞ അടി തന്നെയാണെന്ന് വേണം നമുക്ക് സംശയിക്കാൻ. ഇവിടെ ഇപ്പം കംപ്ലൈൻറ്റുമായിട്ട് നമ്മുടെ നയനെ അജയൻ്റെയും ജയൻ്റെയും ഒക്കെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം അവർ പറഞ്ഞത് ആദർശ് എന്ത് തീരുമാനം എടുക്കുന്നു അതിനൊപ്പം തന്നെ ഞങ്ങൾ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞെന്നിങ്ങനെ പറയുകയാണേ. അങ്ങനെയൊക്കെ ആദർശ് പറയുന്നുണ്ടെങ്കിൽ അവൾ നല്ലൊരു തെറ്റാണല്ലോ ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെ ജാനകി പറയുന്നുണ്ട്. അവളുടെ വീട്ടുകാരും ഒക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നിങ്ങനെ ജലജയും പറയുകയാണേ. ആദർശ് നയനെ വിട്ട് കളഞ്ഞ ഞാൻ അമ്മയോട് പറയും അവളുടെ ചേച്ചിനെയും കുട്ടീനെയും ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരണ്ടാന്ന് എന്നിങ്ങനെ ജലജ പറയുകയാണ്. അപ്പം നമ്മുടെ അനാമിക പറയുകയാണ് 3 ആളെയും കൂടെ ഇങ്ങോട്ട് തള്ളി വിടാനല്ലേ അവരെല്ലാവരും കൂടെ ആഗ്രഹിച്ചതെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ജലജ പറയുന്നുണ്ട് അതിന് പകരം 3 ആളും അവിടെ തന്നെ നിൽക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ്. മോളെ, ദൈവം എല്ലാ സമയത്തും ഒരാളുടെ കൂടെ നിൽക്കത്തില്ല. മോളുടെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് തോന്നുന്നത് ഇങ്ങനെ ജാനകി പറയുവാണ്. അപ്പം നമ്മുടെ അനാമിക സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. ദേ മോളെ, നമ്മളൊന്നും ചെയ്യാതെ മിണ്ടാതെ കണ്ടുകൊണ്ട് നിന്നാൽ മതി. പിന്നെ ആദർശിനെ ഒന്ന് ചൂട് പിടിപ്പിക്കുകയും ചെയ്യാം. മുത്തച്ഛൻ്റെ അതേ സ്വഭാവമാണ്. ഒരു തീരുമാനം എടുത്തതാണ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് സന്തോഷത്തോടു കൂടി നമ്മുടെ ജലജ പോകുന്നത്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ അനാമികയുടെ അച്ഛനും അമ്മയും ഇങ്ങനെ ഇരിക്കുകയാണ്. ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെ, ഇപ്പം മോള് വിളിച്ചിരുന്നു. അനന്തപുരിയിൽ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. നയനയും ആദർശും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അങ്ങനെ അറിഞ്ഞിരുന്നു എന്നിങ്ങനെ പറയുമ്പം അത് ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. അങ്ങനെയായിരുന്നു സെറ്റായി. ഞാൻ നയന വലിയ ഡിസൈനർ ആയതുകൊണ്ട് അവളെ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കത്തില്ലെന്നായിരുന്നു എൻ്റെ വിചാരം. അവൾ ആ വീട് വിട്ട് പോവുകയാണെങ്കിൽ ഇനി അനാമിക മോളെ എന്ത് അഹങ്കാരം കാണിച്ചെന്നാലും ആ വീട്ടുകാർക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ വേണു പറയുകയാണ്. അനന്തപുരിയിലെ മരുമക്കളെല്ലാം വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ നാണക്കേട് മൂർത്തി സാറിനും നാട്ടുകാർക്കൊക്കെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. എൻ്റെ വേണുവേട്ട, ഞാൻ എല്ലാ അമ്പലത്തിലും നേർന്നിട്ടുണ്ട്. ആദർശൻ നയനയും രണ്ടുപേരും വേർപെട്ട് പോകണം എന്ന് വെച്ചാലേ അവളെ എല്ലാവരും കൂടെ ചേർന്നിട്ട് തലേ വെച്ചോണ്ടല്ലേ നടന്നത്. ആദർശൻ്റെ ജീവിതത്തിൽ കല്ലുകടിയുണ്ട്. എന്നിട്ടാണ് അവൻ വന്ന് നമ്മളുടെ കുറ്റം നമ്മളോട് പറഞ്ഞത്. ആദ്യം അവൻ്റെ പ്രശ്നം തീരട്ടെ, എന്നിട്ട് മതി നമ്മുടെ മോളുടെ കാര്യത്തിൽ എന്നൊക്കെ ഇങ്ങനെ വേണു പറയുവാണ്. ഇനി എങ്ങാനും ആ അനിയുടെയും അനാമികയുടെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നാൽ പോയി സ്വന്തം കാര്യം നോക്കാൻ പറയണം എന്നൊക്കെ ഇങ്ങനെ അമ്മയും പറയുകയാണേ. ഇപ്പം മോൾക്ക് ഭയങ്കര സന്തോഷമായി കാണുമല്ലോ അല്ലെന്നിങ്ങനെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അന്നേരം അമ്മ പറയുന്നുണ്ട് പിന്നെ സന്തോഷമാകാതിരിക്കുമോ? അവർ കാരണമല്ലേ എൻ്റെ മോളും മോനും തമ്മിൽ തെറ്റിപ്പിറ്റി നടക്കുന്നത്. വേണുവേട്ടാ, നയന അവളുടെ വീട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുകയുള്ളൂ. അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കാനും പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അമ്മയും പറയുകയാണ്. ഇനി ആ കിളവനും കൂടെ പ്രശ്നം പരിഹരിക്കുമോ എന്ന് ഇങ്ങനെ പറയുകയാണേ. അതൊന്നും അറിയത്തില്ല. പക്ഷേങ്കിൽ അവർ തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം പരിഹരിക്കട്ടെ എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം എന്നിങ്ങനെ പറഞ്ഞെന്ന് പറയുവേ. ആദർശിന് ഭയങ്കര ദേഷ്യമുള്ള ആളായതുകൊണ്ട് തന്നെ ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അത് നടക്കുക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയന ഇങ്ങനെ ഭാഗമൊക്കെ ആയിട്ട് കയറി വരുവാണ്. അച്ഛൻ ഇങ്ങനെ ഇരുന്ന് ആർട്ട് വർക്കുകളൊക്കെ ചെയ്യാവും കേട്ടോ. അപ്പോഴത്തേക്കിന് എന്താ മോളെ, എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ചെല്ലുകയാണ്. അത് പിന്നെ അച്ഛൻ എന്നോട് ഒന്നും ചോദിക്കില്ല, ഇനി ആ വീട്ടിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ആദർശേട്ടൻ എന്നോട് മിണ്ടുന്നില്ല. അതുകൊണ്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഇനി അങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നില്ലെന്നിങ്ങനെ നയന പറയുകയാണ്. എല്ലാം അവസാനിപ്പിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. മോളെ, എന്തായത്? നിങ്ങൾ തമ്മിൽ സന്തോഷത്തോടു കൂടിയല്ലേ ജീവിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞപ്പം നമ്മുടെ നയന പറയുകയാണ്. ഇപ്പം ആ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് വിഷുവിന് തന്നെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായതാണല്ലോ. ആദർശേട്ടൻ എന്നെ വേണ്ട, ഒരു ശത്രുവിനെ പോലെയാണ് എന്നോട് പെരുമാറുന്നത്. ഞാൻ ജ്വല്ലറിയിലേക്ക് പോകാനും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സേവനം ആദർശേട്ടന് മതിയായെന്നാണ് തോന്നുന്നത് എന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് നമ്മുടെ നയന പറയുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ എന്തിനാണ് അവിടെ കടിച്ചു തൂങ്ങുന്നത്? അപ്പോൾ ഇനി എന്താ മോളുടെ തീരുമാനം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഇനി അച്ഛനെ സഹായിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കഴിഞ്ഞോളാം എന്നിങ്ങനെ പറയുകയാണ്. ആദർശേട്ടൻ ബന്ധം പിരിയുകയാണെന്ന് പറഞ്ഞാൽ പിരിഞ്ഞോട്ടെ, എന്നാലും ഞാൻ അങ്ങോട്ടേക്ക് ഇനി ഇല്ല എന്നിങ്ങനെ നയനയും പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ വീഴുവാണ്. നെഞ്ചത്ത് കൈയും പിടിച്ചുകൊണ്ട് ബെഡിലോട്ട് നമ്മുടെ സെറ്റിലേക്ക് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. എല്ലാവരും അച്ഛാന്ന് വിളിച്ചുകൊണ്ട് നയന ഓടി വരുന്നുണ്ട്. ഗോവിന്ദേട്ടാന്ന് പറഞ്ഞുകൊണ്ട് കനക ഓടി വരുന്നുണ്ട്. നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ കുറച്ച് നേരം എണീച്ചിരുന്നു കേട്ടോ. ഇരിക്കുക തന്നെയായിരുന്നു. എന്നിട്ട് ഒട്ടും സഹിക്കാൻ വയ്യാതെ തളർന്ന് പെട്ടെന്ന് ഇങ്ങനെ ബെഡിലോട്ട് വീഴുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. എന്താണെങ്കിലും നമ്മുടെ ഗോവിന്ദൻ ജീവിച്ചിരിക്കുമോ അതോ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക് പോകുമോ എന്നൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്